പാതിരാത്രിയിൽ തുടങ്ങിയ മഴ രാവിലെ ആയിട്ടും തോർന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പൂച്ചക്കുട്ടികളൊക്കെ ഇതാ ക്യാറ്റ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് കിടക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ വിരിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ. നല്ല തണുപ്പല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ പഴയ മാക്സി, ചുരിദാർ, അതുപോലെ നമ്മുടെ പഴയ പുതപ്പൊക്കെ ഉണ്ടാവുമല്ലോ, അതിപ്പോൾ ഇതാ ഇവിടെയാണ് ബൊമ്മിക്കുട്ടി കിടക്കുക കേട്ടോ. എൻ്റെ അടിയിലൊരു പുതപ്പും മുകളിലൊരു സാരിയും വിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എൻ്റെ ഒരു ചുരിദാറും ചാക്കും പഴയ പുതപ്പും ഒക്കെ ഞാൻ പൂച്ചക്കുട്ടികൾക്ക് ഇങ്ങനെ വിരിച്ചു കൊടുക്കും കേട്ടോ. കാരണം അവർക്ക് ഇങ്ങനത്തെ സുഖത്തിൽ കിടക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണല്ലോ. അപ്പം നമ്മുടെ പട്ടിക്കുട്ടൻ ഇതാ അവിടെ ഗേറ്റിൻ്റെ പുറത്ത് കിടക്കുന്നുണ്ട്. പട്ടിക്കുട്ടൻ രാവിലെ തന്നെ ബ്രെഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളിലേക്ക് വിടാൻ ഞാൻ കാട്ടിത്തരാൻ പറഞ്ഞിട്ടാണ് പീക്കിരിക്കുട്ടൻ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ബാബുട്ടൻ നമ്മുടെ പട്ടിക്കുട്ടന് ബ്രെഡ് കൊടുക്കാൻ പോവാണ് കേട്ടോ. രാവിലെ എന്നും ബാബേട്ടൻ്റെ ഡ്യൂട്ടി ഉണ്ട് കേട്ടോ. അപ്പം നോക്കി ഈ പീക്കിരിക്കുട്ടല്ലേ ആ ബ്രെഡ് വേണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ പീക്കിരിക്കുട്ടൻ ആദ്യമായിട്ടാണ് ബ്രെഡ് കഴിക്കുന്നത്. അപ്പോൾ പട്ടിക്കുട്ടന് കൊടുക്കണ കാരണം കൊണ്ടാണ് കേട്ടോ. പട്ടിക്കുട്ടനല്ല നമ്മുടെ പപ്പിക്കുട്ടന് കൊടുക്കണ കാരണം കൊണ്ടാണ് കേട്ടോ പീക്കിരി അത് വാങ്ങി കഴിക്കണ. പീക്കിരി ഭയങ്കര സാധനമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ പീക്കിരി എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ചമ്പിക്കുട്ടി മകനെ എന്താ പറയുക, ഒരു വില്ലാളി വീരനായിട്ടാണ് വളർത്തിയിരിക്കുന്നത് കേട്ടോ. നല്ല ധൈര്യമാണ്, ഭയങ്കര വാശിയും നല്ല കഴിവും ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മളൊക്കെ ഊണ് കഴിക്കുന്ന സമയത്ത് വന്നിട്ട് നമ്മളെയൊക്കെ മിരട്ടും. എന്താ നിങ്ങൾ കഴിക്കണേ, എനിക്ക് തരാതെ എന്താ കഴിക്കണേ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പപ്പിക്കുട്ടൻ വന്നിട്ട് ബ്രെഡ് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കും കേട്ടോ താഴത്തേക്ക്. അവിടെ ആകുമ്പോൾ അവൻ സമാധാനമായിട്ട് കഴിച്ചിട്ട് പോലോ. അപ്പോൾ നമ്മുടെ പപ്പിക്കുട്ടന് ഇവിടെ കഴിക്കണതാണ് കേട്ടോ ഇഷ്ടം. കാരണം ആരും ശല്യം ചെയ്യില്ലല്ലോ. അപ്പോൾ ഇതാണ്ടോ നമ്മുടെ പീക്കിരിക്കുട്ടൻ വന്നിട്ട് ഇനിയും ബ്രെഡ് വേണം പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ടോ, അടുക്കളയിൽ വന്നിട്ട് കുത്തിയിരിക്കുന്നുണ്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ബാബേട്ടനോട് എന്നാൽ കുറച്ചും കൂടി ബ്രെഡ് എടുത്ത് കൊടുക്കാൻ പറഞ്ഞിട്ടോ. ബാബേട്ടൻ വണ്ടിയൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് ബാബേൻ്റെ ഡ്യൂട്ടി ഡ്രസ്സ് ഇട്ടിരിക്കുന്നുണ്ടോ. വണ്ടി കഴുകുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും ആള്. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞു എനിക്കിവിടെ പണിയുണ്ട്, അവനെന്നാൽ ബ്രെഡൊക്കെ കൊടുക്കുക പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാ ബ്രെഡ് കൊണ്ട് നാഗവല്ലി വിളിക്കണ പോലെ ഇങ്ങനെ ഹോമകുണ്ടത്തിലേക്ക് വിളിക്കണ പോലെ വിളിച്ച് കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ അവൻ്റെ വിചാരം എപ്പോഴും ഞാനാണല്ലോ ഫുഡ് കൊടുക്കുക. അപ്പോൾ അവൻ അങ്ങോട്ട് ഓടും. അങ്ങനെ അതാ ബ്രെഡൊക്കെ കഴിച്ചു. അപ്പോൾ പപ്പിക്കുട്ടിന് കൊടുക്കരുത് പറഞ്ഞിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. അതൊക്കെ അങ്ങനെ വാങ്ങി കഴിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ചമ്പിക്കുട്ടിയും ബബിളിക്കുട്ടനും പീക്കിരിക്കുട്ടനും ബ്രെഡ് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതുണ്ടോ ബബിളിക്കുട്ടൻ വണ്ടിയുടെ മുകളിൽ നിന്ന് ഇറങ്ങാതിരിക്കുകയാണ്. അവന് വയ്യാത്രേ ഇവിടെ അങ്ങോട്ട് കൊണ്ടുവന്ന് തരാൻ, താഴത്തേക്കൊന്ന് ഇറങ്ങി വരാൻ വയ്യാന്ന്. കാറ്റ് ഫുഡൊക്കെ കഴിച്ച് വയറ് നിറച്ചിരിക്കുകയാണ് കേട്ടോ. അതാണ് സംഭവം. അപ്പം എനിക്ക് ചെറിയ ജലദോഷപ്പനിയൊക്കെയാണ് കേട്ടോ. അത് കാരണം എൻ്റെ ശബ്ദം ഇങ്ങനെ അടഞ്ഞിരിക്കുകയാണ്. അപ്പം ഞാൻ എന്താ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ ചമ്പിക്കുട്ടി എന്നും ദോശ കഴിക്കട്ടോ. ദോശക്കെല്ലാം കൂടി ചൂടാവണം മണം എടുത്തു കഴിഞ്ഞാൽ ചമ്പിക്കുട്ടി അടുക്കളയിൽ വന്നിട്ട് ദോശ ചോദിക്കും. അപ്പം ഞാൻ ഇടയ്ക്ക് ഇവിടെ ദോശ ചമ്പി എന്നൊക്കെ വിളിക്കും കേട്ടോ. കാരണം അവൾക്ക് ദോശ അത്ര ഇഷ്ടമാണ്. അപ്പം ഇതാ എല്ലാം കഴിഞ്ഞിട്ട് രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഒരു ഉറക്കത്തിലാണ് കേട്ടോ. അപ്പോൾ ഭൂമിക്കുട്ടി നോക്കുമ്പോൾ ഉണ്ടോ ട്രാൻസ്ഫോമറിൻ്റെ അടുത്തേക്ക് പോണ പോലെ തോന്നിയപ്പോൾ അവളെ ഞങ്ങളുടെ എടുത്തിട്ട് വന്നതാണ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ.